ഹലോ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മുടെ പ്രീവിയസ് സെക്ഷനിൽ ബോയിൽസ് ലോനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? നമ്മളുടെ പ്രഷർ വോളിയം റിലേഷൻ കാണിക്കുന്ന ഒരു ലോ ആയിരുന്നു ബോയിൽസ് ലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ എന്ന് പറയുന്നത് എന്താണ്? ചാൾസ് ലോ ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. എന്താ മക്കളെ? ലെറ്റ് us do an experiment. മേക്ക് എ സ്മോൾ ഹോൾ ഓൺ ദ ലിഡ് ഓഫ് എ ഗ്ലാസ് ബോട്ടിൽ. ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിന്റെ ഈ ലിഡിൽ എന്താണ് ഒരു സ്മോൾ ഹോൾ, ഈ ഒരു അടപ്പിൽ ഒരു സെന്ററിൽ ഒരു ഹോൾ ഇടുക. ആഫ്റ്റർ ദാറ്റ് ഫിക്സ് ആൻ എംറ്റി റീഫിൽ ഇൻ ടു ഇറ്റ്. എന്നിട്ട് ഈ ഹോളിലൂടെ ഒരു എംറ്റി ആയിട്ട് റീഫില്ലർ ഇല്ലേ, ആ റീഫില്ലർ ഇതാ നിബൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക. എംറ്റി ആയിരിക്കണം കേട്ടോ. ആഫ്റ്റർ ദാറ്റ് then blow gently to move the ink to the center of the refill. എന്താണ് അതിനുശേഷം blow gently to move the ink to the center of the refill. ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്മോൾ ഡ്രോപ്പ് ഇങ്ക് നിങ്ങൾ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. അതാണ് കാണിച്ചത്, ഒരു റെഡ് ഇങ്ക്. ഒരു സ്മോൾ ഡ്രോപ്പ് ഈ ഒരു ഓപ്പണിങ്ങിലൂടെ ഒരു ഡ്രോപ്പ് ഇങ്ക് അങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഈ വായ്ഭാഗത്ത് പോയി ഒന്ന് ഊതാനാണ് പറഞ്ഞത്. അതാണ് ബ്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് ഊതാനാണ് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടു മൂവ് ദ ഇങ്ക് ടു ദ സെന്റർ ഓഫ് ദ റീഫിൽ. ഈ ഒരു ഭാഗത്ത് ഊതുന്നത് എന്തിനാ? ഈ ഒരു ഇങ്കില്ലേ, ഈ ഇങ്ക് നമ്മളുടെ ഈ ഒരു സെന്റർ മോസ്റ്റ് റീജിയനിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൂടെ നല്ലോണം ഊതാൻ പറയുന്നത്. അപ്പൊ ഈ ഇങ്ക് എന്താക്കും? ഈ ഒരു റീഫില്ലറിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്ത് നമ്മളെ സെന്ററിൽ എത്തും. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളോട് വായ്ഭാഗത്ത് തന്നെ നല്ലോണം ഊതാൻ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ കവർ ദ ബോട്ടിൽ വിത്ത് യുവർ പാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഈ ഒരു ബോട്ടിലില്ലേ, ബോട്ടിലിനെ നമ്മൾ എന്താക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളെ കൈ കൊണ്ട് നല്ലോണം ക്ലോസ് ചെയ്യാനാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എയർ ബ്ലോ ചെയ്തു. ദെൻ നമ്മളോട് എന്താണ്? കൈ വെച്ച് ഈ ബോട്ടിലിൽ ഇങ്ങനെ നല്ലോണം പൊതിയാനാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ. അപ് ടു വിച്ച് പോയിന്റ് ഓഫ് ദ അറേഞ്ച്മെന്റ് ഡസ് ദ എയർ ഒക്യുപ്പൈ. നമ്മളോട് ചോദിച്ചത് ഏത് പോയിന്റ് വരെയായിരിക്കും നമ്മളുടെ എയർ ഇവിടെ ഒക്യുപ്പൈ ചെയ്യുക. കാരണം നമ്മൾ എന്താണ് റീഫില്ലറിന്റെ വായ്ഭാഗത്ത് പോയി നല്ലോണം ഊതുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ ഇങ്ക് സ്വാഭാവികമായിട്ട് മൂവ് ചെയ്ത് ഏകദേശം മിഡിൽ പോർഷനിൽ എത്തി. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ ഏത് പോർഷൻ വരെയായിരിക്കും നമ്മളുടെ എയർ ഇവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്? മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. നമ്മൾ എന്താണ് എയർ എന്ന് പറയുന്നത്? ഗ്യാസ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഗ്യാസ് പാർട്ടിക്കിൾ എന്താണ് ഉള്ള സ്പേസ് ഒക്കെ ഒക്യുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പം ഗ്യാസ് പാർട്ടിക്കിൾ അഥവാ എയർ എവിടെയായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ റീഫിൽ ദാറ്റ് കണ്ടെയ്നിങ്. അതായത് നമ്മളുടെ ബോട്ടത്തിന്റെ അടിഭാഗം മുതൽ നമ്മളുടെ റീഫില്ലറിന്റെ ആ ഇങ്ക് ഉള്ള പോർഷൻ വരെയല്ലേ, അതുവരെയായിരിക്കും ആക്ച്വലി എന്തുണ്ടാവുക? നമ്മുടെ എയർ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ വെൻ കവേർഡ് ദ ബോട്ടിൽ വിത്ത് പാം. അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചുല്ലേ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ ഉള്ളിൽ എന്താണ്? ഇപ്പൊ എയർ ആണുള്ളത് അല്ലെ? ആ റീഫില്ലറിൽ ഇങ്ക് ഉള്ള ഭാഗം വരെ ഇപ്പൊ എയർ ഉണ്ട്. അപ്പം ഈ ഒരു എയറിന് ടെമ്പറേച്ചറിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? വെൻ വി ക്ലോസ് ദ ബോട്ടിൽ വിത്ത് അവർ പാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ ഉള്ളിലെ എയറിന്റെ ടെമ്പറേച്ചർ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? മക്കളെ, വാട്ട് വിൽ ഹാപ്പൻ? നമ്മളുടെ കൈ കൊണ്ട് ഇങ്ങനെ പൊതിയുമ്പം അതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറിന് കൂടും. ടെമ്പറേച്ചർ ആക്ച്വലി എന്താ ചെയ്യുന്നത്? എയറിൻ്റെത് കൂടുകയാണ് മക്കളെ ചെയ്യുന്നത്. കാരണം എന്താണ്? കാരണം നമ്മളുടെ ഈ ഒരു കയ്യിൽ എന്താണ് ഏകദേശം ചെറിയൊരു ചൂടുണ്ടാവും. നമ്മളിങ്ങനെ പൊതിഞ്ഞു വെക്കുമ്പോൾ ഈ ഒരു കയ്യിലുള്ള ചൂടൊക്കെ ഫുള്ള് എന്താണ് ഗ്ലാസ് ബോട്ടിലിന്റെ ഉള്ളിലേക്ക് കടക്കും. അപ്പൊ അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസും എന്താണ് ജസ്റ്റ് ഹീറ്റ് ആവാൻ തുടങ്ങും. മനസ്സിലായല്ലോ? അപ്പം വാട്ട് ചേഞ്ച് occur to the temperature of the air എന്ന് ചോദിച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ gradually increases. Okay, so does the volume of the gas increases or decreases during this period? അതായത് ഇപ്പൊ നമ്മളുടെ ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞു അല്ലെ, നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊതിഞ്ഞു വെച്ചപ്പം. അപ്പൊ നമ്മളോട് ചോദിച്ചത് നമ്മളുടെ ഈ ഒരു എയർ ബബിൾസിന്റെ വോളിയത്തിന് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? ഈസ് ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് എന്താണ് എന്നാണ് ചോദിച്ചത്. എന്താ മക്കളെ സംഭവിക്കുക? വോളിയം കൂടെ കുറേ എന്തെങ്കിലും ചെയ്യൂ ഈ ടെമ്പറേച്ചറിന്റെ മാറ്റത്തിനനുസരിച്ച്? മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ടെമ്പറേച്ചർ കൂടിയാൽ അതിന്റെ വോളിയവും എന്താക്കുന്നറിയോ? കൂടും. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ മക്കളെ വോളിയവും എന്താണ്? കുറയുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇറ്റ് ഈസ് നൗ ക്ലിയർ വൈ ദ ഇങ്ക് റൈസസ് അപ്പ് ഇൻ ദ റീഫിൽ. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ
അതായത് നമ്മൾ ബ്ലോ ചെയ്തിട്ട് എന്താണ്, നമ്മൾ ബ്ലോ ചെയ്തിട്ട് ഇങ്ങനെ എന്താക്കി ഒരു സെന്റർ മോസ്റ്റ് റീജിയണിൽ വരെ എത്തിച്ചു. അതിനുശേഷമാണ് പിന്നെ നമ്മൾ എന്താക്കി, പിന്നെ ഊതണ്ട, ആ ഒരു എത്തിച്ചതിന് സെന്റർ മോസ്റ്റ് റീജിയണിൽ വരെ എത്തിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിൽ, ഈ ഒരു ഗ്ലാസ് ബോട്ടിലിനെ നമ്മൾ കൈ കൊണ്ട് മൂടുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഇങ്ങനെ കൈ കൊണ്ട് മൂടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്താകുന്നറിയോ, ആ റീഫിലിന്റെ സെന്റർ ഭാഗത്തുള്ള ഇങ്ക് മുകളിലേക്ക് ഇങ്ങനെ റൈസ് ആവുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ റീസൺ ആണ് മക്കളെ ചോദിച്ചത്. കാരണം എന്താ മക്കളെ, നമ്മൾ കൈകൊണ്ട് പൊതിയുമ്പോൾ ആ ഒരു ഗ്ലാസ് ബോട്ടിലുള്ള എയർ എന്താവും, വാം ആവാൻ തുടങ്ങും, അതായത് ഹീറ്റ് ആവാൻ തുടങ്ങും, അഥവാ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. മനസ്സിലായോ? when the temperature of the air inside the bottle increases, the gas expand or air bubble get expand. മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മളുടെ എയർ ബബിൾസും എന്താവും, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, അഥവാ വോളിയം അതിൻ്റെത് കൂടാൻ തുടങ്ങും. വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ അതായത് എക്സ്പാൻഡ് ചെയ്യല്ലേ. അതുകൊണ്ടാണ് മക്കളെ നമ്മളുടെ ഇങ്ക് എന്താവാൻ തുടങ്ങുന്നത്, മുകളിലേക്ക് ഇങ്ങനെ റൈസ് ആവാൻ തുടങ്ങുന്നത്. കാരണം എന്താ, നമ്മളുടെ ഈ ഒരു ഇങ്കിന്റെ പോർഷൻ, ഇങ്കുള്ള പോർഷൻ വരെ എന്താണ്, നമ്മളെ ഈ ഒരു എയർ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. കാരണം എന്താ, നമ്മൾ ബ്ലോ ചെയ്ത എയർ ആണ്. അപ്പൊ ആ എയർ എന്താണ്, ഗ്ലാസ് ബോട്ടിലിന്റെ ബോട്ടം പാർട്ടിൽ ഫുള്ളും, അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ഈ ഒരു ഇങ്ക് ഉള്ള റീഫില്ലറിൽ നടു പോർഷൻ വരെ ഇങ്കാണ്. നടു പോർഷൻ വരെയല്ല, നടുവിൽ എന്താണ്, ഇങ്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു പോർഷൻ വരെ എന്താണ്, നമ്മളുടെ ഈ ഒരു എയർ ബബിൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അപ്പൊ നമ്മൾ ഈ കൈ വെച്ച് മൂടുമ്പോൾ എന്താണ്, അതിന്റെ ഉള്ളിലുള്ള ഇപ്പം ട്രാപ്പായി കിടക്കുന്ന എയർ ബബിൾസ് ഇല്ലേ, എയർ ബബിൾസ് ചൂടാവാൻ തുടങ്ങും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കാൻ കഴിയില്ല, അതിന് എനർജി കിട്ടി അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അതിനിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വികസിച്ച് വരൂലേ. അപ്പൊ എന്താവും, നമ്മളുടെ ഈ റീഫില്ലറില്ലേ മക്കളെ, ഈ റീഫില്ലറിന്റെ ഇതാണ് ഇങ്ക് എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതുവരെ എന്താണ്, നമ്മുടെ എയർ ബബിൾസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മളുടെ എയർ ബബിൾസ് എന്താണ്, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അതിനിങ്ങനെ മോർ സ്പേസ് വേണം, എല്ലാ സ്ഥലവും അതിന് വേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഇവിടത്തെ ഈ ഇങ്ക് ഇങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ, ആ എല്ലാ സ്പേസും നമ്മുടെ എയർ ബബിളിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടേ, കാരണം അതിന് എനർജി കിട്ടിയില്ലേ. അതുകൊണ്ടാണ് നമ്മളുടെ ഇങ്ക് എന്താവാൻ തുടങ്ങുന്നത്, മുകളിലേക്ക് റൈസ് ആവാൻ തുടങ്ങുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ടെമ്പറേച്ചർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം ഓഫ് ദ ഗ്യാസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ക് റൈസ് ആവുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് നൗ ക്ലിയർ വൈ ദ ഇങ്ക് റൈസസ് അപ്പ് ഇൻ ദ റീഫിൽ. മനസ്സിലായല്ലോ? അപ്പം does the volume of the gas increases or decreases during this period? എന്താണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പിന്നെ നമ്മളോട് പറഞ്ഞ place the bottle in water and cool it. What do you observe? ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്, ഈ ഒരു ബോട്ടിൽ നിങ്ങൾ എന്താക്കാണ്, വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് തണുപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പം what do you observe? നമ്മൾ ബോട്ടിലിനെ വെള്ളത്തിൽ ഇറക്കി വെക്കുക. വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബോട്ടിൽ എന്താവും, ബോട്ടിലിന്റെ ഉള്ളിലെ എയർ എന്താണ്, കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങും. ടെമ്പറേച്ചർ കുറയും എന്നർത്ഥം. ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം അതിൻ്റെത് എന്താവും, കുറയും. അപ്പം എന്താണ്, നമ്മുടെ ഇങ്ക് എന്താണ്, താഴോട്ട് തന്നെ വരും. അല്ലേ? ഉറപ്പല്ലേ? കാരണം എന്താ, നമ്മുടെ വോളിയം, അതായത് ഗ്യാസിന്റെ വോളിയം ഒക്കെ കുറഞ്ഞു, അതിന് കുറച്ച് സ്പേസ് മതി ഇപ്പൊ ഓക്യുപ്പൈ ചെയ്യാൻ. കാരണം എന്താ, എനർജി ഒക്കെ അതിന്റെ പോയി. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, മുകളിൽ കിടക്കുന്ന നമ്മുടെ ഇങ്ക് എന്താണ്, താഴോട്ടാവാൻ തുടങ്ങുമെന്നർത്ഥം. ക്ലിയർ ആണല്ലോ? എല്ലാ സ്ഥലത്തും ടെമ്പറേച്ചർ വോളിയം, അതിനാണ് ഇവിടെ കൂളിറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് വേർഡ് തന്നെ ഉപയോഗിച്ചത്. കൂളിറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കുറയാണ്. ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം ഓഫ് ദ ഗ്യാസും കുറയും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ് വെൻ ദ ബോട്ടിൽ കൂൾഡ്? വോളിയം എന്താ ചെയ്യുന്നത് മക്കളെ, കുറയും. ഓക്കെ, ഫ്രം ദിസ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് വോളിയം? എന്താ മക്കളെ, ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലേ. ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ. ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാലോ നമ്മുടെ വോളിയവും കുറയും. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. സോ നോക്കിയേ, ഹിയർ you can see that ink in the refill acts like a freely moving piston. Alle, when the temperature of the gas increases, ink rises up in the refill, and when the temperature decreases, it comes down. അതായത് നമ്മൾ കൈകൊണ്ട് പൊതിയുമ്പോൾ ഉള്ളിലുള്ള ഗ്യാസ് ചൂടാവുകയും അവിടെ വോളിയം ഓഫ് ദ ഗ്യാസ് കൂടുകയും നമ്മുടെ ഇങ്ക് മുകളിലേക്ക് റൈസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട്
വെൻ ഇറ്റ് കൂൾ ഡൗൺ, നമ്മൾ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ബോട്ടിൽ ഇറക്കി വെച്ചാൽ ഉള്ളിലുള്ള ഗ്യാസ് എന്താവും, കൂൾ ഡൗൺ ആവും. സോ അറ്റ് ദാറ്റ് ടൈം വോളിയം ഓഫ് ദ എയർ ഡിക്രീസസ്. വോളിയം ഡിക്രീസ് ആകുമ്പോൾ എഗെയിൻ മുകളിലുള്ള റീഫില്ലറിന്റെ മുകളിലെത്തിയ നമ്മുടെ ഇങ്ക് എന്ന് പറയുന്നത് വീണ്ടും എന്താണ്, താഴോട്ടാവാൻ തുടങ്ങുകയാണ് ചെയ്യുക. അതായത് ജസ്റ്റ് ലൈക്ക് പിസ്റ്റൺ, നമ്മുടെ സിറിഞ്ചിന്റെ പിസ്റ്റൺ എന്താ ചെയ്യുന്നത്, മുന്നോട്ടും ബാക്കോട്ടും നമുക്ക് ആക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മളുടെ ഇവിടത്തെ ഈ ഒരു ഇതില്ലേ, നമ്മളുടെ ഇങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മളൊന്നും ആക്കണ്ട, പക്ഷെ ഇതെന്താണ്, ഒരു ഫ്രീലി മൂവബിൾ, അതായത് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്ന, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പിസ്റ്റണിനെ പോലെ ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മളൊരു സിറിഞ്ച് ആണെങ്കിൽ നമ്മൾ എന്താ മുന്നോട്ട് പ്രസ് ചെയ്യും, ബാക്കോട്ട് വലിക്കും. അവിടെ നമ്മൾ പ്രഷർ മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ, പ്രസ് ചെയ്തിട്ടും ബാക്കോട്ട് വലിച്ചിടും. ഇവിടെ എന്താ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പിസ്റ്റണിനെ പോലെ, ഫ്രീലി മൂവബിൾ പിസ്റ്റണിനെ പോലെ നമ്മൾ ഇങ്ക് ആക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. നോക്കിയേ, here you can see that the ink in the refill acts like the freely moving piston. അത് ക്ലിയർ ആയല്ലോ? ടെമ്പറേച്ചർ വേരിയേഷൻ നോക്കിയിട്ടാണ്, ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ടാണ്, നോക്കിയിട്ടെന്നല്ല അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഇങ്ക് ഇവിടെ എന്താവുന്നത്, മുകളിലേക്കും താഴോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ജസ്റ്റ് ലൈക്ക് ദ ഫ്രീലി മൂവിങ് പിസ്റ്റൺ. ഓക്കെ, വെൻ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്, ink എന്താവും, rises up in the refill, and when the temperature decreases it comes down. അത് താഴോട്ട് തന്നെ വരും എന്നാണ് പറഞ്ഞത്. സെറ്റ് അല്ലേ? ഓക്കെ, സോ നോക്കിയേ, towards the end of the 18th century it was Jacques Alexander Sieur Charles, a French scientist who studied and record the changes in the volume of the gases in accordance with the temperature. അതായത് നമ്മുടെ 18th സെഞ്ചുറിന്റെ എൻഡ് ആവുമ്പം നമ്മുടെ ചാൾസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് മക്കളെ നമ്മുടെ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആദ്യമായി നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹമാണ് കേട്ടോ അത്. ഇതാണ് നമ്മുടെ ചാൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അതായത് ടെമ്പറേച്ചറും വോളിയവും എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ലോക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് മക്കളെ. എന്താണ്? അതായത് ചാൾസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. എന്താണ്? നമ്മൾ ബോയിൽസ് ലോന് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോലെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, നമ്മുടെ പ്രഷർ മക്കളെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചറും അതുപോലെ വോളിയവും എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്നാണ് നമ്മളുടെ ആര് പറഞ്ഞത്, ചാൾസ് പറഞ്ഞത്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of a or the temperature of a fixed mass of gas is directly proportional to the volume. സോറി, മാസും അവിടെ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അതായത് മാസും ചേഞ്ച് ആവുന്നില്ല, അതുപോലെ പ്രഷറും അവിടെ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ടെമ്പറേച്ചറും വോളിയവും എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയവും കുറയും. ദിസ് ഈസ് എന്താണ്, ഒബ്സർവ്ഡ് ബൈ നമ്മുടെ ചാൾസ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് 18th century. ഓക്കെ, നോക്കിയേ, plot the relation between the temperature and volume of the gas at constant pressure in a graph. If this graph is extrapolated backward, you can see that the that it will meet the temperature axis at minus 273.15 degrees Celsius. അതായത് മക്കളെ, ഈ ഒരു ഗ്രാഫ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ y ആക്സിസ് എടുത്തേ, ഇതാ x ആക്സിസും എടുത്തതോ. ഇതാണ് ഒറിജിൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്. ഇതിന്റെ ഈ ഭാഗം കണ്ട മക്കളെ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിസും ആണ് കേട്ടോ. മനസ്സിലാക്കണം. 50, 100, 150, 200, 250, 300 ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, -50, -100, -150 വരണം. അതായത് ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്കുള്ള പോസിറ്റീവ് x ആക്സിസ്, ലെഫ്റ്റിലേക്കുള്ളത് എന്താണ്, നെഗറ്റീവ് x ആക്സിസ്. അതുപോലെ ഒറിജിന്റെ ടോപ്പിലേക്കുള്ളത് പ്ലസ് y ആക്സിസ്, താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതെന്താണ്, -y ആക്സിസും ആണ്. ആ ഒരു ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ഓരോന്നും പോയിന്റ് കണ്ടോ, അതായത് ഇവിടെ 0 ആവുമ്പോൾ കണ്ടോ, ഇതാണ് ഓക്കെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ഇപ്പം നമ്മൾ ഇവിടെ നോക്കാം, 100 ആവുമ്പോൾ കണ്ടോ 150. ദെൻ അടുത്തത് എന്താ, 200 ആവുമ്പോൾ നമ്മളുടെ പോയിന്റ് 200 ആണ്. ദെൻ 300 ആവുമ്പോഴോ ദാ പോയിന്റ് 250 എത്തുകയാണ് ചെയ്യുന്നത്, 250. മനസ്സിലായല്ലോ? അതായത് വേഗം നോക്കിയേ, ഇവിടെ നമ്മൾ ഈ x ആക്സിസിൽ എടുത്തത് ടെമ്പറേച്ചർ ആണ് ഇൻ ഡിഗ്രി സെൽഷ്യസ്, y ആക്സിസിൽ നമ്മൾ എടുത്തത് വോളിയം ഇൻ ലിറ്റർ ആണ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ, വോളിയം എന്ന് പറയുന്നത് 100 ലിറ്റർ ആണ്. ഇതാ 0 ഡിഗ്രി ആവുമ്പോൾ 100 ലിറ്റർ, ഇത് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വോളിയം എന്ന് പറയുന്നത് മക്കളെ കണ്ടതാ
150 ലിറ്റർ ആണ്. ദെൻ 200 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആയിട്ട് എടുത്തതാണ് നമ്മുടെ ഗ്രാഫ് തന്നത്. ഓക്കെ, അതാണ് ഞാൻ എടുക്കുക, കാരണം ഇവിടെ ഓരോ പോയിന്റുകളും ഉണ്ട്. ഓക്കെ, അപ്പം 0ക്ക് കറസ്പോണ്ടിങ് ആയ പോയിന്റ് 100 ആണ്. ദെൻ പിന്നെ 50ക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് 50 വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അങ്ങനെയും ഇതാ 100 എടുക്കുമ്പോൾ ദാ ഞാൻ 150 ആണ് അടുത്ത പോയിന്റ് കിട്ടിയത്. ദെൻ 150 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ് 200ന്റെയും 150ന്റെയും മിഡ് പോയിന്റ് ആണ് വരുന്നത്. ദെൻ 200 ആകുമ്പോൾ 200 ലിറ്റർ ആണ് കിട്ടിയത്. 250 ആകുമ്പോൾ എത്രയാ മക്കളെ കിട്ടിയത്? 250 എന്ന് പറയുമ്പോൾ കണ്ടോ 250ന്റെയും 200ന്റെയും മിഡിൽ 225 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? വോളിയം കിട്ടിയത്. 300 ആകുമ്പോൾ ഇതാ 250 കിട്ടി. കണ്ടോ? അപ്പം ഓരോ ടെമ്പറേച്ചറിനനുസരിച്ചും ഇവിടെ ഉള്ള വാല്യൂ നോക്കിയാൽ മതി. അപ്പൊ ഇതാവുമ്പോ ദാ ഈ വാല്യൂ അങ്ങനെ മാർക്ക് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ആവുമ്പോ ദാ ഈ പോയിന്റ്, ഇവിടെ ആവുമ്പോ ദാ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാ ഈ പോയിന്റ്, ഇവിടെ ആവുമ്പോഴതാ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ പോയിന്റ് ആണ്. അങ്ങനെ ഇങ്ങനെ നമുക്ക് ഓരോ പോയിന്റ് കിട്ടും. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ എല്ലാ പോയിന്റിനെയും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതാണ് ഇവിടെ ചെയ്തത്. അത് ഗ്രാഫ് ഒറ്റയടിക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പോയിന്റ് കിട്ടും, ആ പോയിന്റിനെ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനും കിട്ടും. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ വോളിയം വേഴ്സസ് എടുത്തപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ടെമ്പറേച്ചർ നോക്കിയേ, ടെമ്പറേച്ചർ 0 ആവുമ്പോൾ 100, 50 ആവുമ്പോൾ അത് എന്തായി? 125 ആയി. 100 ആവുമ്പോൾ 150 ആയി. 150 ആവുമ്പോഴോ 125 ആയി. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എന്താണ് വോളിയവും കൂടി 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 വരും. അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്രാഫ് പോവാൻ കാരണം. ക്ലിയർ ആയോ? അതാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് വോളിയവും എന്താണ് കൂടി കൂടി വരികയാണ് ചെയ്തത്. നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാട്ടോ. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എത്രയാണ് നമ്മളുടെ അപ്പോഴുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് വന്ന് ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിമുട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ദിസ് ഗ്രാഫ് ഈസ് എക്സ്ട്രാപൊളേറ്റഡ് ബാക്ക്വേർഡിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ you can see that it will meet the temperature axis at എന്താണ് -273.15 മുട്ടുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. This means that at -273.15 degree Celsius the volume of a gas become 0. മനസ്സിലായോ മക്കളെ? അതായത് നോക്കിക്കേ, ഇവിടെ 0 ആയിരുന്നപ്പോ മനസ്സിലായി, ഇതാണ് ടെമ്പറേച്ചർ. 0 ആയിരുന്നപ്പോ നമ്മുടെ വോളിയം 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അല്ലേ? നമ്മൾ ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് എപ്പോൾ ഉള്ള വോളിയം ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നപ്പം. ഇനി നമ്മൾ എന്താക്കാണ്, ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈ ഒരു പോയിന്റ് കിട്ടി. ദാറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കിട്ടി. ഈ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? വോളിയത്തിന്റെ ആക്സിസ് ഇതാണ്. അപ്പൊ അത് നോക്കിയേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാ. അതായത് ഈ ഒരു y ആക്സിസും x ആക്സിസും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 0 ആണ്. അതിന് വേറെ പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്. ദിസ് മീൻസ് ദാറ്റ് അറ്റ് -273.15 ഡിഗ്രി സെൽഷ്യസ് വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കണ്ടോതാ? അല്ലെങ്കിൽ വോളിയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഓരോ വാല്യൂ കാണണ്ടേ? ഇതെന്താണ്? ഒന്നുമില്ല വാല്യൂ. വോളിയം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ വോളിയം 0 ആകുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ബോയിൽസ് ലോന്റെ ഗ്രാഫ് ആണ് നമ്മൾ വരച്ചത്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബിക്കോസ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? So please look here. Even if the pressure is changed, ഇനി പ്രഷർ ചേഞ്ച് ചെയ്യാണെന്ന് വിചാരിച്ചോ, it is found that the temperature volume graph is straight line and all the straight lines meet at -273.15. നമ്മളോട് പറഞ്ഞ എന്താണ്? even if the pressure is changed, പ്രഷർ ചേഞ്ച് ആവുകയാണ്. അപ്പം എന്താണ്? it is found that the temperature volume graph, നമ്മളിവിടെ എടുക്കുന്നത് പ്രഷർ ചേഞ്ച് ആവുന്നുണ്ട്, നമ്മൾ എടുക്കുന്നത് ടെമ്പറേച്ചർ വോളിയം. കണ്ടോ? വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് ആണ്. ഇങ്ങനെ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആൻഡ് ഓൾ ദ സ്ട്രെയിറ്റ് ലൈൻ മീറ്റ് അറ്റ് -273 നോക്കോട്ടോ.
ഇതാണ് നമ്മളുടെ എന്ത് എന്ന് പറയുന്നത് പോയിന്റ് എന്ന് പറയുന്നത്. ഏത് -300 -200 -100 0 100 200 300 400 എന്ന് പറയുന്നത് എന്താണ്? ഇത് പോസിറ്റീവ് ആക്സിസ് അറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ഇൻ. ദെൻ ഇത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിസ് ആണ്. ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചർ ആണ് എക്സിൽ ഫുൾ എടുത്തത്, പോസിറ്റീവ് നെഗറ്റീവ് എടുത്തോന്നേ ഉള്ളൂ. ദെൻ അതുപോലെ ഈ ഒരു മുകളിലേക്കുള്ള ഈ ഒരു ആക്സിസ് അത് ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ദാ ഈ ഒരു ആക്സിസ് മുകളിലേക്ക് വരച്ച ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വോളിയം ഇൻ ലിറ്റർ ആണ്. മനസ്സിലായ മക്കളെ? അതാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വരച്ചു കാണിച്ചു തന്നേ ഉള്ളൂ. 0 10 40 40 40 50 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും മക്കളെ, ഇത് 0 10 20 40 40 നല്ല കേട്ടോ, 30 40 50 അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നപ്പോൾ 40 40 എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, വെരി സോറി. ഇവിടെ എന്താണ്? 0 10 20 30 40 50, കാരണം ഈക്വൽ ഇന്റർവെൽസ് തന്നെ ആക്കണം ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതായത് ടെമ്പറേച്ചറും വോളിയവും നോക്കുമ്പോൾ നമ്മൾ ഓരോ ടൈമിൽ ഫസ്റ്റത്തെ ഗ്രാഫ് ഇങ്ങനെ കിട്ടി, ഫസ്റ്റ് സെക്കൻഡ് ഗ്രാഫ് തേർഡ്, ഇങ്ങനെ ഓരോ ഗ്രാഫ് കിട്ടി. ഫസ്റ്റ് P1 P2 P3 P4 എന്ന് പറയുന്ന ഓരോ ഗ്രാഫ് കിട്ടി. ഈ P1 P2 P3 P4 എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഓരോ ടൈമിലുള്ള പ്രഷർ ആണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത് എന്താണ്? ഈവൻ ഇഫ് ദ പ്രഷർ ചേഞ്ചസ് P1, അതായത് ഒരു ടൈമിൽ എടുക്കുമ്പോൾ പ്രഷർ P1 അപ്പോഴുള്ള ഗ്രാഫാണ്. ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ P1 എന്ന് പറയുന്ന പ്രഷറിൽ വരച്ചപ്പം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. മനസ്സിലായോ? ഇതിനെന്താക്കി നമ്മള് ഈ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പതാ ഇവിടെ പോയിന്റ് കിട്ടി. മനസ്സിലായോ? അതായത് മക്കളെ, നമ്മൾ നേരത്തെ വരച്ച അതേ ഗ്രാഫ് ഇട്ടോ, ഒരു മാറ്റവും ഇല്ല. നമ്മൾ നേരത്തെ വരച്ച എന്തായിരുന്നു? ഇവിടെ ടെമ്പറേച്ചർ, ഈ ഫുൾ ആക്സിസിൽ ടെമ്പറേച്ചർ എടുത്തു, ഇവിടെ എന്താണ്? കറക്റ്റ് വോളിയം. അതന്നെ ആക്കിയാൽ മതി. നിങ്ങൾ ഇതാണ് വോളിയം എന്ന് കാണണ്ട. ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് വോളിയം എന്ന് കാണിച്ചതാ. ഇതാണ് വോളിയം ആക്ച്വലി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് P1 എന്ന് പറയുന്ന കേസ്, അതായത് നമ്മുടെ പ്രഷർ ഇപ്പോൾ 1 atm ആവുമ്പോൾ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ആ ഒരു സാധനത്തിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയല്ലേ കിടക്കുന്ന കൂട്ടിമുട്ടി പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ വോളിയത്തിന്റെ ആക്സിസ്, ഇതാണ് ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെ വരച്ചപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ഗ്രാഫാണ് കിട്ടിയത്. അപ്പൊ എന്താക്കി? നമ്മളിത് ഇങ്ങനെ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്ത് കിട്ടി? നമുക്ക് ആ ഒരു ലൈന് മീറ്റ് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്തു. അതായത് ഈ ഒരു പോയിന്റ് പറയുന്നത് ആക്ച്വലി -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ആ ടൈമിൽ എന്താണ് നമ്മളുടെ വോളിയം എന്ന് പറയുന്നത്? എത്രയാണ്? ഇതാണ് വോളിയത്തിന്റെ ആക്സിസ് ആക്ച്വലി ഇതാണ്. പക്ഷെ ഇതിന് വേറെ എന്തെങ്കിലും വാല്യൂ ഉണ്ട്. ഇവിടെ വന്ന് ഇടിക്കല്ലേ ചെയ്തത്. അതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എന്താണ്? എനിക്ക് 0 കിട്ടി. ക്ലിയർ ആയോ മക്കളെ? ഇപ്പൊ ഇതാണ് നിങ്ങളുടെ വോളിയം ടെമ്പറേച്ചർ വിചാരിക്കുക. ഇതിന്റെ വോളിയം അറിയണമെങ്കിൽ എന്താ? നിങ്ങൾ ഇതങ്ങനെ ഈ ഗ്രാഫിൻ്റെതാണെങ്കിൽ ഈ പോയിന്റ്, അപ്പൊ നിങ്ങൾ ഇവിടുത്തെ വാല്യൂ നോക്കുക. ഏകദേശം ഈ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 13 14 ഇടയിലാണ്. അറൗണ്ട് ഒരു 37 ഒക്കെ എത്തി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇത് എത്രയാണ്? 37 ലിറ്റർ ആണെന്ന് പറഞ്ഞൂടെ? അങ്ങനെയല്ലേ നമ്മൾ നോക്കുക. അപ്പം അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നതും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതാ. ഈ ഒരു പോയിന്റ് പറയുന്നത് -200ന്റെയും -300ന്റെ ഇടയ്ക്കുള്ള പോയിന്റ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ -273.15 ഡിഗ്രി സെൽഷ്യസ്. ആ ടൈമിലുള്ള വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു വോളിയം അവിടെ 0 ലിറ്റർ ആണ്. മനസ്സിലായേ? ഇനി അടുത്തത് P2 എന്ന് പറയുന്നത് പ്രഷർ പിന്നെയും മാറ്റി. പ്രഷർ മാറ്റിയപ്പോൾ നമുക്ക് അടുത്ത ഗ്രാഫ് കിട്ടി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാഫ്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഈ പോയിന്റിലാണ് അതും മീറ്റ് ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ ഏതൊരു ഗ്രാഫും അതാണ് പറഞ്ഞത്. അങ്ങനെ P1 P2 P3 P4 4 കേസിലും നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്ത് ഗ്രാഫ് വരച്ച് നമ്മൾ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എല്ലാം കൂട്ടിമുട്ടുന്നത് എന്താണ്? ഒരേ ഒരു പോയിന്റിലാണ്. ദാറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് എല്ലാ ലൈൻസും മീറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓൾ ദ സ്ട്രെയിറ്റ് ലൈൻ മീറ്റ് അറ്റ് എന്താ? -273.15 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആയോ? അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. So the analysis of the graph is given in the below. Okay. Absolute 0, Kelvin scale, Celsius scale and volume. ഓക്കെ, നോക്കാം മക്കളെ. നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വലി ഇറ്റ് ഈസ് 0 കെൽവിൻ ആണ്. ഓക്കെ.
ആ ടൈം എന്ന് പറയുന്നത് ഇത് കെൽവിനിലുള്ളതാണ് 0 കെൽവിൻ എന്ന് പറയുന്നത്. ഈ 0 കെൽവിൻ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? സെൽഷ്യസിലാവുമ്പോൾ -273 ആണ്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കോട്ട് വരച്ചില്ലേ, അത് എത്രയാണ് നമുക്ക് കിട്ടിയത്? ആ മീറ്റ് ചെയ്ത പോയിന്റ് -273 കാരണം നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ മക്കളെ എത്ര എടുത്തേ? ഇത് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇതാണ് -273.15 ഇത് എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. കാരണം എന്താ? ഈ ഒരു ടൈമിൽ നമ്മുടെ വോളിയം എന്താണ്? 0 ലിറ്റർ ആണ്. ആ ഒരു പോയിന്റ് ആണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഈ ഒരു ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ എന്ന് പറയുന്നതിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് അത് 0 കെൽവിൻ ആണ് എന്ന് കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ, 0 കെൽവിൻ ഈക്വൽ ടു എന്താണ്? ആക്ച്വലി -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഒരു പോയിന്റിനെയാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് 0 ആവുമ്പോൾ നമ്മളുടെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആക്ച്വലി 0 ലിറ്റർ ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അത് ഗ്രാഫിൽ തന്നെ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഓക്കെ, നമ്മളുടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതായത് നമ്മുടെ വാട്ടർ ഐസായി മാറുന്ന പോയിന്റ്, അതാണ് നമ്മുടെ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ്. വി നോ ദാറ്റ് ഇറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് മക്കളെ, അല്ലെ? 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് വാട്ടർ എന്താ ഐസ് ആവുക. ഈ 0 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ നോക്കിയേ, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പോയിന്റില് നമ്മളുടെ വോളിയം ഈ ഒരു പോയിന്റിൽ പറഞ്ഞ വോളിയം എത്രയാണ്? ഈ ഒരു അതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഓക്കെ. അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കുക. ആ ഒരു ടൈം എന്ന് പറയുന്നത് കെൽവിനിലാണ്. അതായത് നമ്മൾ ആക്ച്വലി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന 2 സ്കെയിലാണ്, ഒന്ന് കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും. നമുക്ക് ഫെമിലിയർ ആയത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള ഒരു സ്കെയിലാണ് കെൽവിൻ. അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ മക്കളെ ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് 273 കെൽവിൻ ആണ്. ഓക്കെ, 273 കെൽവിൻ. അപ്പുള്ള വോളിയം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 115 ലിറ്റർ ആണ്. മനസ്സിലായല്ലോ? 115 ലിറ്റർ ആണ്. ഇനി ഈ സാധനം നിങ്ങൾക്ക് കറക്റ്റ് ഇതിലാണ് മനസ്സിലാവുക. ഇപ്പൊ 0 ഡിഗ്രി നോക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് 0 ഡിഗ്രിയിൽ കണ്ടത് അവിടെ എത്രയാണ്? 100ലാണ്. ഓക്കെ, 100ലാണ്. ഇപ്പം ഇത് കറക്റ്റ് വരച്ചില്ല എന്നാലും ഇവിടെ നിന്നാട്ടോ തുടങ്ങുക 100. ഇനി അടുത്ത നോക്കിയേ മക്കളെ, ഇപ്പൊ ഇവിടെ 100 ആണെങ്കിലോ 150 ആണ് ലിറ്റർ എന്ന് പറയുന്നത്. ഇതേപോലെ നോക്കി കണ്ടെത്തേ വേണ്ടു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ. ദെൻ അപ്പുള്ള വോളിയം എന്ന് പറയുന്നത് 115 ലിറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? ആക്ച്വലി ഇറ്റ് ഈസ് 373 കെൽവിൻ ആണ് ഈക്വൽ. അതായത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ മക്കളെ കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ എന്താക്കണം എന്നറിയോ? ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്താൽ മതി. ക്ലിയർ ആയോ? അതായത് നമ്മുടെ കയ്യിലുള്ളത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലാക്കണമെങ്കിൽ പ്ലസ് എന്ത് ചെയ്താൽ മതി? 273 ചെയ്താൽ മതി. സോ യു ഷുഡ് ഗെറ്റ് 373 കെൽവിൻ. അതാണ് ഞാൻ ഇവിടെ 373. ക്ലിയർ ആയോ? ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0 ഡിഗ്രി പ്ലസ് എന്ത് ചെയ്യുക? 273 തന്നെ കിട്ടും. അപ്പോഴുള്ള വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 150 ലിറ്ററുമാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളോട് ഇത് ആക്ച്വലി ഈ ഒരു ഫിഗർ നോക്കിയിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഓരോ ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം 0 ഡിഗ്രി തന്നു. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴതാണ് നമ്മളോട് 0 ഡിഗ്രി, പിന്നെ ഏതാ മക്കളെ പറഞ്ഞത്? 100ഉം മൈനസ്. ഓക്കെ, അപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ നമ്മുടെ വോളിയം ആണ് ഇതിൽ നോക്കി നമ്മൾ കണ്ടെത്തേണ്ടത്. ദെൻ എന്താണ് പിന്നെ നമ്മൾ കണ്ടെത്തത്? ഏകദേശം ഒരു 373 ഇപ്പോഴുള്ള വോളിയവും. പക്ഷേ ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് വോളിയം തന്നത് 10, 20, 30, 40, 50 എന്ന രീതിയിലാണ്. ഇതിപ്പോൾ നിങ്ങൾ 100, 200, 300, 400, 500 എടുത്താൽ മാത്രമേ നമ്മൾ ഈ ഗ്രാഫിൽ ഈ ടേബിൾ കോളത്തിൽ ഉള്ളതുപോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ജസ്റ്റ് എന്താക്കാം, ഇവിടെ ഒരു 100, 200, 300, 400, 500 എടുക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം
അതാണ് പറഞ്ഞത്. അപ്പൊ 100 എടുക്കുമ്പോൾ ഈ ടേബിൾ ഇനിയിപ്പോ ഇത് നോക്കുന്നു വേണ്ട, ഞാൻ ജസ്റ്റ് ഇതില് ഈ ടേബിളർ കോളത്തിൽ 115 ലിറ്റർ 150 ലിറ്റർ എന്നാണ് എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടേബിളർ കോളം ഇത് എടുത്താൽ ശരിയാവില്ല, അപ്പൊ നമുക്ക് കിട്ടൂലല്ലോ. അതിന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും അത് ആക്യുറേറ്റ് അല്ല. അപ്പം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇത് ഫിഗറിൽ മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാത്തത് കേട്ടോ. അപ്പൊ ഫിഗർ ആക്കുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും എന്താ 100-ന് എത്രയാണ് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ 200-ന് എത്രയാണെന്ന് നമ്മൾ ഇതാ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. then 300 എത്രയാണെന്ന് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ജസ്റ്റ് ഇപ്പം ടേബിളർ കോളം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലായോ? 0 കെൽവിൻ ആവുമ്പോൾ 0 ലിറ്റർ ആണ്. 273 കെൽവിൻ അഥവാ 0 ഡിഗ്രിക്ക് ഇത്ര കിട്ടി വോളിയം. ഈ ഒരു ടെമ്പറേച്ചറിന് 150 ലിറ്റർ കിട്ടി. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നോക്കിയേ. അതായത് നമ്മളുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താ മക്കളെ? -273 പിന്നെ 0 100. അതായത് ടെമ്പറേച്ചർ കൂടി 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 വരികയാണ് ചെയ്തത്, കുറയാണോ ചെയ്തത്? ഇത് മൈനസാ, അപ്പൊ ഇത് കൂടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ വോളിയം ഇവിടെ എന്തായി? കൂടി കൂടി വന്നു. അല്ലെ, ഇനി കെൽവിൻ നോക്കിയാൽ മതി. കെൽവിനിലാവുമ്പോ കൂടി കൂടി വന്നേ കണ്ടോ? 0 273 373 കെൽവിൻ. അപ്പം കൂടി കൂടി വന്നു. അപ്പൊ നമ്മുടെ വോളിയവും ഇവിടെ എന്താക്കി? വളരെ കൂടിയാണ് വന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ. അതായത് മക്കളെ, it was Lord Kelvin who identified that the lowest temperature that can be attained by a gas is -273.15 degrees Celsius and named it absolute zero. അതായത് ഒരു ഗ്യാസിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാ മക്കളെ? ആക്ച്വലി ഇറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്യാസ് ഫൗണ്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ആദ്യമായി പറഞ്ഞു തന്നത് നമ്മുടെ ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, for practical purpose -273 degrees Celsius is taken as the value of absolute zero. അപ്പോൾ ഒരു പ്രാക്ടിക്കലി നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ പറയും അറ്റ് -273 ഡിഗ്രി സെൽഷ്യസ് എന്താണ് ആ വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ. ഞാൻ പറഞ്ഞല്ലോ, അബ്സല്യൂട്ട് സീറോ പറയുന്ന പോയിന്റിൽ എന്താണ്? നമ്മളുടെ ടെമ്പറേച്ചർ -273 ഡിഗ്രി സെൽഷ്യസും 0 കെൽവിനുമാണ് നമ്മൾ പറഞ്ഞു. ആ ഒരു പോയിന്റ് ആണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. യൂസിങ് ദിസ് he developed the Kelvin scale of temperature according to the table 4.5, and it is evident as temperature increases, the volume of the gas ഓൾസോ ഇൻക്രീസസ്. അപ്പൊ ഈ ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള കെൽവിൻ സ്കെയിൽ ഉണ്ടാക്കിയത് തന്നെ. മനസ്സിലായല്ലോ? അപ്പൊ ആ കെൽവിൻ സ്കെയിലുള്ള ആ ഏറ്റവും ചെറിയ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പോയിന്റ്, വിച്ച് ദ ടെമ്പറേച്ചർ ഈസ് -273 ഡിഗ്രി സെൽഷ്യസും കെൽവിനിൽ 0 കെൽവിനും ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നേരത്തെ ടേബിളർ കോളത്തിൽ നിന്ന് മനസ്സിലായി എന്താണ്? ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇറ്റ്സ് വോളിയം ഓൾസോ ഇൻക്രീസ് ചെയ്യും എന്ന് മനസ്സിലായി. when the temperature കുറയുകയാണെങ്കിലോ വോളിയം ഓൾസോ ഡിക്രീസസ്. ഇറ്റ് ഈസ് വി ഫൗണ്ട് ഫ്രം ദാറ്റ് ടേബിൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നോക്കിയേ, ദാറ്റ് ഈസ് at constant pressure മക്കളെ the volume of a definite mass of a gas is directly proportional to its temperature in Kelvin scale. മനസ്സിലായോ? അതായത് നമ്മുടെ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എടുത്തിട്ട് അതിന്റെ വോളിയവും ടെമ്പറേച്ചറും നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഈസ് directly proportional. ക്ലിയർ ആയോ? then temperature is measured in that Kelvin scale. അതെന്താന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. this is ചാൾസ് ലോ. ഇതാണ് മക്കളെ നമ്മുടെ ചാൾസ് ലോ. ചാൾസ് ലോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജസ്റ്റ് ഇപ്പം കൂടി പറയുന്നേ ഉള്ളൂ. സോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെന്റൻസ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം മക്കളെ? V is directly proportional to T where pressure and mass is constant. ബ്രാക്കറ്റിൽ എഴുതുക. സോ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ നമ്മൾ എന്താക്കും? ഈ ഒരു ടീനെ കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. K is the constant. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ഇടും. സോ V equal to K into T. അതായത് ഈ ഒരു ടീനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ V/T equal to a constant എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റായോ മക്കളെ? ഇത്രയും സിമ്പിൾ ആണ് നമ്മൾ ആയത് ചാൾസ് ലോ. സോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, അതുപോലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഓക്കെ. സോ മക്കളെ,
ഇത്രയുമാണ് നമ്മുടെ ചാൾസ് ലോനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പുതിയതായിട്ട് നമ്മൾ കേട്ട് ഒരു സാധനം എന്ന് പറയുന്നത് കെൽവിൻ, ഹൗ ടു കൺവേർട്ട് ദ ഡിഗ്രി ടു കെൽവിൻ സ്കെയിൽ, പിന്നെ കെൽവിനിലേക്ക് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു എബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പോയിന്റും എല്ലാം, അതുപോലെ ഫ്രീസിംഗ് പോയിന്റ് ആകുമ്പോൾ നമ്മുടെ കെൽവിൻ എത്രയായിരിക്കും, ബോയിലിംഗ് പോയിന്റ് ആകുമ്പോൾ എത്ര കെൽവിൻ കിട്ടും, ജസ്റ്റ് മനസ്സിലായി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മളുടെ കെൽവിൻ എന്ന് പറയുന്ന ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമ്മുടെ കെൽവിൻ സ്കെയിൽ ഉണ്ടാക്കിയത് കേട്ടോ. ക്ലിയർ ആണല്ലോ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ, സെറ്റ് അല്ലേ? ദെൻ ചാൾസ് ലോ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ബോയിൽസ് ലോയും നമ്മൾ പഠിച്ചു, ചാൾസ് ലോയും പഠിച്ചു, ഇനിയും ലോ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും വരെ തറവാണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് നല്ല പഠിച്ച് സെറ്റ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരണം. നെക്സ്റ്റ് നമുക്ക് പുതിയ ലോ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.